ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിലുള്ള ഗ്രീൻ പ്ലാനറ്റ് ആണ്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഒരു ഫോറസ്റ്റ് പോലെയായിട്ടാണ് ആ ഗ്രീൻ പ്ലാനറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഗ്രീൻ പ്ലാനറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഉള്ളോട്ട് ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പേര് വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണിത്. ഇതിന് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മാൻമേഡുള്ള ട്രീ തന്നെയാണ്. അതിന്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാണുന്നതിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീ ആയിട്ട് തോന്നും. അതാണ് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ ഇതൊക്കെ കാണാം. ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മൾ ടോപ്പിലാണ് വരുന്നത്. ഈ ടോപ്പിലാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. നമ്മൾ ബാറ്റ്സ് കേവിലോട്ടാണ് പോകുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല ഡാർക്കായിട്ടാണ് ആ റൂം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേടിയൊക്കെ തോന്നും. നമ്മുടെ ഫുള്ളും ബാറ്റ്സ് തന്നെയാണ്. ഫീഡ് ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഫീഡ് ചെയ്യണയൊക്കെ കാണാൻ പറ്റും. നല്ല സൗണ്ടൊക്കെയാണ്. ഇപ്പോൾ എത്രത്തോളം വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. 3 ഫ്ലോറായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹൈ റൈസ് ഫോറസ്റ്റ് എന്നാണ് ടോപ്പിന് ഇവർ പേരിട്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലായി ബേർഡ്സ് ആണ് കാണുന്നത്. നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ബേർഡ്സിനെയൊക്കെ കാണുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് ആ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേർഡ്സിൻ്റെയൊക്കെ ആ പിക്ചർ ഒത്രത്തോളം വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മളൊരു ഫോറസ്റ്റിൽ പോയ പോലെ തന്നെയാണ്. നമ്മൾ ഫോറസ്റ്റിൽ പോകുമ്പോൾ ഓപ്പൺ ആയിട്ടാണല്ലോ ബേർഡ്സിനെ കാണുന്ന ആ ഒരു ഫീലിങ്സ് തോന്നി. കുട്ടികൾക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കണ്ടോ, എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ്. ബേർഡ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നി. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഫ്രണ്ട്ലിയും നല്ലൊരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഒരു അടുത്ത അടിപൊളി പ്രത്യേകത എന്ന് പറയുന്നത് തണ്ടർ സ്റ്റോം വിത്ത് റെയിനാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ആ ടൈമിംഗ് എപ്പോഴാണെന്ന് നോക്കി വെക്കണം. അപ്പോൾ അത് മിസ് ചെയ്താൽ വളരെ മിസ്സിങ് തന്നെ ആയിരിക്കും. നല്ല അടിപൊളി മഴയുടെ ഫീലിംഗ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ മനോഹരമായ ഒരു ഇൻഡോർ ഫോറസ്റ്റാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ടാണ് ഓരോ ചെടികളും നിൽക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും ഓരോ വീഡിയോയുടെയും ഭംഗി എത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.